എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ നെറൂട്ടോയെ കാണിക്കുകയാണ്. നെറൂട്ടോ പറയുകയാണ്, ഇനി കൂടുതൽ നേരം എടുക്കാൻ സമയമില്ല, എങ്ങനെയെങ്കിലും ആ ബെല്ലടിച്ച് മാറ്റണം. ആ സമയത്ത് നെറൂട്ടോ ബ്ലേഡുകൾ കക്കാഷിയുടെ മേൽ കയറുന്നു. പക്ഷേ കക്കാഷിയും എടുത്തുള്ള നെറൂട്ടോയെ മേത്ത് കയറുന്നു. എന്നിട്ട് നെറൂട്ടോ അവൻ്റെ ക്ലൗണിനെ ഉപയോഗിച്ച് നെറൂട്ടോയെ തന്നെ രക്ഷിച്ചു. സീൻ മാറി. നെറൂട്ടോ അങ്ങനെ കക്കാഷി അടിക്കാൻ നോക്കുമ്പോൾ തന്നെ കക്കാഷി നെറൂട്ടോയുടെ മാസ്റ്ററല്ലേ. കക്കാഷി ആരാമോ? കക്കാഷി നെറൂട്ടോയെ മുടിയെ ഭാഗത്ത് പിടിച്ചു അവനെ ബ്ലോക്കാക്കി. നെറൂട്ടോയെ കുട്ടിക്കാലത്ത് തന്നെ കക്കാഷി ഇങ്ങനെ ഒരു കരിങ്കരം ചെയ്തിട്ടുണ്ട്. കക്കാഷി തന്നെ അറിയാതെ നെറൂട്ടോയുടെ വേറെ ക്ലൗൺ കക്കാഷിയുടെ ബാക്കിൽ നിന്ന് അവനെ ബ്ലോക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് കക്കാഷി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിന് കളി സ്റ്റാർട്ടായിട്ടില്ലല്ലോ, വെറുതെ എന്തിനാ എൻ്റെ മെത്തട്ട് കയറുന്നത് എന്ന് പറഞ്ഞു കക്കാഷി അവൻ്റെ സ്കൂട്ടർ അഥവാ ടെലിപ്പോർട്ട് ഗഞ്ചസ്റ്റ് ഉപയോഗിച്ച് അവിടെ ഒരു മരക്കഷ്ണായി ഉപയോഗിച്ചു. ഇതേ സമയത്ത് സാൻഡ് വില്ലേജിൽ കാണിക്കുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ മരിച്ചു വരികയാണ്. ആ സമയത്ത് രണ്ട് ആളുകൾ അവിടേക്ക് നടന്നു വന്നു. എന്നിട്ട് നിന്റെ സഹായം കൊണ്ടാണ് ഇത്രയും പേര് കൊല്ലാൻ പറ്റിയതെന്ന് പറഞ്ഞു. ഇന്ന് അതിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഈ തൊപ്പി വെച്ച ആളോട്, ഞാൻ മനസ്സിലായോ എന്ന്. ആ സമയത്ത് പറഞ്ഞു, നീ ലോർഡ് സാസുരയല്ലേ, കുഴപ്പമില്ല, നീ സാൻഡ് വില്ലേജിലേക്ക് കടന്നു പോവാ പറഞ്ഞുകൊണ്ട് അവർ സാൻഡ് വില്ലേജിലേക്ക് പോവുകയാണ്. സാൻഡ് വില്ലേജിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നടന്നു പോവുകയാണ്. ആ സമയത്ത് അതിൽ നിന്ന് ഒരാൾ അവൻ്റെ ബാഗിൽ നിന്നൊരു ക്ലേ എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കുരുവി വന്ന് നിലത്തേക്ക് ഇരുന്ന് പോകാൻ എന്തോ ഉപയോഗിച്ച് ആ ചെറിയ കുരുവിനെ വലിയൊരു കുരുവി ആക്കി. എന്നിട്ട് ദേവദുറ എന്നാണ് ആ വില്ലൻ്റെ പേര്. ദേവദുറ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പക്ഷിയുടെ മേലെ കയറി ഇവിടെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞു. ഇവിടെ ഹൊക്കാഗെ, അസിസ്റ്റന്റ് ചേച്ചി, ജിറായ മാമൻ എന്നീ സാക്കുറയുടെ നെറൂട്ടോയുടെ കളി കാണുകയാണ്. ഇതേ സമയത്ത് കക്കാഷിയെ ഇവിടെയൊന്നും കാണുകയില്ല. സാക്കുറ, അവിടെയുണ്ടോ, എനിക്ക് മനസ്സിലായി ഇപ്പോൾ എവിടെയുണ്ടെന്ന് എന്ന് സാക്കുറ പറഞ്ഞു. നിലത്തേക്ക് ഒറ്റയിടി. അതിൽ കക്കാഷി ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന സാക്കുറ കണ്ടുപിടിച്ചു. ഇതേ സ്ഥാനത്ത് കക്കാഷിയും ജിറായും ഹൊക്കാഗെയും എല്ലാവരും ഞെട്ടി അത്ഭുതപ്പെട്ടു. കാരണം സാക്കുറയുടെ ഈ വലിയ ഇത് കണ്ടിട്ട്, പവർ ഇത് കണ്ടിട്ട്. ഈ സമയത്ത് നെറൂട്ടോ ചിന്തിക്കുകയാണ്, ഇനി സാക്കുറയുടെ ഒപ്പം ഫൈറ്റ് ചെയ്യാനോ തല്ലാനോ നമ്മൾ തർക്കുത്തര പറയാനോ പോകണ്ട, പറഞ്ഞാൽ എൻ്റെ ജീവൻ പോകുമെന്ന്. എന്നിട്ട് സാക്കുറ കക്കാഷിൻ്റെ അടുത്തുള്ള ബെല്ലടിക്കാൻ വേണ്ടി മോമെൻ്റ് സ്പീഡിൽ കൺട്രോൾ ചെയ്ത് ഒരു ഫൈറ്റിനുള്ള ഒരു ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കക്കാഷിയും പറയുന്നു, ഈ മോമെൻ്റ് സ്പീഡില്ലാതെ കളില്ല. അതേ സമയത്ത് ആ അവിടുത്തെ സെക്യൂരിറ്റികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയുന്നു. വില്ലൻ ഒരു കവർ തുറന്നു. ആ കവറിൽ നിന്ന് 3 എറുമ്പുകളെ നോക്കിക്കൊണ്ട് ആ കവറിൽ നിന്ന് എറുമ്പുകളെ കവറിൽ തന്നെ ഇട്ടു. ഈ സമയത്ത് ഗാറയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. എന്നാലും ഗാറ ഒന്നും പിടിയിട്ടില്ല. കക്കാഷി കാട്ടിലേക്ക് മണ്ടുകയാണ്. കാരണം ബെല്ലിൻ്റെ കൂട്ടങ്ങളാണല്ലോ. കക്കാഷി ഒരു പുല്ലും കൂട്ടത്തിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഇവർ ചിലപ്പോൾ തന്നെ ഉണ്ട്. ആ സമയത്ത് സാക്കുറ, നെറൂട്ടോ ഇവർ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചു നിൽക്കുകയാണ്. കക്കാഷി ഷിനോബുകളെല്ലാവരും മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചു നിന്നാണ് ഫൈറ്റ് ചെയ്യാറ്. കക്കാഷി പറയുന്നു, നെറൂട്ടോക്ക് ചിലപ്പോൾ അങ്ങനെ ഒളിച്ചൊന്ന് ഫൈറ്റ് ചെയ്യാൻ തീരെ മൂടുകയില്ല. അതേസമയത്ത് നെറൂട്ടോയുടെ കത്തികൾ കക്കാഷിയുടെ നേരെ പറന്നു വന്നു. ഇതേ സമയത്ത് കക്കാഷി അതിൽ നിന്ന് ഇടിഞ്ഞു മാറി. ഇതേ സമയത്ത് കക്കാഷി പറഞ്ഞു, നിന്നെക്കാട്ടി വലിയ
മാസ്റ്റർ, എന്നിട്ട് എന്നെ കത്തിയെറിഞ്ഞ് ഇതാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് കരുതി. എന്നിട്ട് നറൂട്ടോയും കക്കാഷിയും ഫൈറ്റ് നടന്നു. ആ ബെല്ലിൻ്റെ ഇതാണ്. പിന്നെ സാക്കുറ കക്കാഷിയെ കുറേ ഇടിച്ചു. പക്ഷേ കക്കാഷിയിൽ നിന്ന് തെന്നി മാറി എല്ലാത്തിനും എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര കുറേ അടി സാക്കുറ നല്ലതായിട്ട് കൊടുക്കും. പക്ഷെ എല്ലാത്തിനും തെന്നി മാറി രക്ഷപ്പെട്ടു. അതിൽ സാക്കുറയായിട്ട് ഏൽപ്പിച്ചു. അതിൽ കക്കാഷി തെന്നി മാറിയപ്പോൾ ഒരു മരത്തിനെ കൊണ്ട് ആ മരം പൊട്ടിയല്ല വീണു പോയി. ഇതേ സമയത്ത് സാക്കുറയെ രക്ഷിക്കാൻ നറൂട്ടോയുടെ ക്ലൗണും വന്നു. അവരുടെ ക്ലൗൺ ഉപയോഗിച്ച് കക്കാഷിയെ നോക്കാൻ നോക്കി. പക്ഷെ മൈഗേൻ്റെ പവർ എടുത്ത് കക്കാഷി നറൂട്ടോയെ ക്ലൗണിനെ പൊട്ടിച്ചു കളഞ്ഞു. ഇതേ സമയത്ത് നറൂട്ടോനെ ബെല്ലെടുക്കാൻ പോകുമ്പോഴത്തേന് അത് സംഭവിക്കുന്നു. അത് എടുക്കാൻ പറ്റില്ല. ഇതേ സമയത്ത് സാക്കുറ നറൂട്ടോ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കക്കാഷി പറഞ്ഞു ഇനി 24 മണിക്കൂറുള്ള സമയം. ഇതേ സമയത്ത് നറൂട്ടോ കക്കാഷിൻ്റെ ചന്തയ്ക്ക് നേരെ വിരൽ ചൂണ്ടി വരികയാണ്. ഇതേ സമയത്ത് കക്കാഷി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് മാത്രം കക്കാഷി രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് കക്കാഷിക്ക് ആ ബുക്ക് വായിക്കാൻ പൂതിയായി. ആ ബുക്ക് എന്താണെന്നൊക്കെ നമുക്ക് കുറച്ചേരം അതിൻ്റെ മനസ്സിലാവും. അതിന് മുമ്പ് മനസ്സിലായിരിക്കുമെന്ന് തോന്നുന്നു. കക്കാഷിക്ക് ആ ബുക്ക് വായിക്കാൻ പൂതിയാവും. ഇതേ സമയത്ത് നറൂട്ടോൻ്റെ ക്ലൗണ് കക്കാഷി വട്ടത്തിൽ ചുറ്റി. ഇതേ സമയത്ത് സാക്കുറ നേരത്തെ അടിയിൽ ഇടിച്ച പോലെ ഒരൊറ്റ കൂടി ഇടിച്ചു. ഇതേ സമയത്ത് കക്കാഷിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കക്കാഷി നറൂട്ടോയുടെ ക്ലൗണിനെ എല്ലാത്തിനും അടിച്ചു വായിപ്പിച്ചു. ജിറായും ഹൊക്കാഗെ ഇത്ര വളർന്നു പോയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ില്ലേ 3 എറുമ്പുകളെ, അതൊരു പൊട്ടിത്തെറിക്കുന്ന എറുമ്പുകളാണ്, ആ 3 ഗാർഡ്സിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് എറുമ്പുകൾ ഗാർഡ്സിൻ്റെ ശരീരത്തിലേക്ക് കയറി അത് പൊട്ടിത്തെറിച്ചു. ഇതേ സമയത്ത് നറൂട്ടോയും സാക്കുറയും ആ മണിവെല്ലിൻ്റെ സൗണ്ട് കേട്ട് കാട്ടിലൂടെ നടക്കുകയാണ്. ഇതേ സമയത്ത് ചോരയിൽ കുളിച്ചു കത്തികൾ ശരീരത്തിൽ തറച്ചു കയറിയ വന്നു. പക്ഷെ അതൊരു ഗെൻജിറ്റ്സു ആണെന്ന് മനസ്സിലായി. ഇതേ സമയത്ത് നറൂട്ടോ അവൻ്റെ ക്ലൗണിനെ ഉപയോഗിച്ച് റാസിംഗൻ പവർ ഉപയോഗിച്ച് സാസ്കെ ഇടിച്ചു. അതേസമയത്ത് സാസ്കെ കക്കാഷി തെറിച്ചു പോയി. ഈ സമയത്ത് സാക്കുറ ഗെൻജുറ്റ്സുവിൽ പെട്ടുപോയി. സാസുകെ എന്നൊക്കെ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നറൂട്ടോ സാക്കുറയുടെ ഗെൻജുറ്റ്സു തകർത്തു സാക്കുറയെ പഴയ പോലെ വരുത്തിപ്പിച്ചു. ഇതേ സമയത്ത് നറൂട്ടോ സാക്കുറയോട് പെട്ടെന്ന് ആ ബെല്ലെടുക്കണം, നമുക്ക് കുറച്ച് സമയമുള്ളൂ, പവറൊക്കെ നല്ല കൂട്ടണം, ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരാണ്, വലിയ നമുക്ക് ഹൊക്കാഗൊക്കെ ആവണം എന്ന് പറയുന്നത്. ഇതേ സമയത്ത് ആ ബെല്ല് എടുക്കുന്നുണ്ട്. നറൂട്ടോ എടുക്കാൻ പോകുമ്പോൾ തന്നെ അതൊരു തുണിയായിരുന്നു. അത് നറൂട്ടോ കയ്യിൽ നറൂട്ടോ ആരാമോൻ ഭാവി അവൻ ഹൊക്കാഗാവാനായിരുന്നു. നറൂട്ടോ അതിൽ നിന്ന് എസ്കേപ്പായി. ഇതാണ് കക്കാഷി എടുക്കാൻ നോക്കിയപ്പോൾ കക്കാഷിയും ഒരു ടെലിപ്പോർട്ട് ചെയ്തത് നറൂട്ടോ ഇടിച്ചത് ഒരു മരക്കഷ്ണയാണ്. ഇതേ സമയത്ത് ദേദുറ സാൻഡ് വില്ലേജിനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. ദേദുറ പോകുന്നിടയ്ക്ക് ദേദുറയും ഗാരവും കണ്ടുമുട്ടി. ഇതിലൊരു എപ്പിസോഡ് തീരുന്നു.